ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ട് പരിചയപ്പെടുത്തപ്പെടുന്നു. അദ്ദേഹം ഒരിക്കൽ 3 പേരെ അറസ്റ്റ് ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു. ഒരു പെണ്ണിൻ്റെ ഭർത്താവുണ്ട്, മകനുണ്ട്, സഹോദരനുണ്ട്. ഇതാണ് 3 പേര്. അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ഈ പെണ്ണ് ചെന്ന് രാജാവിനോട്, ഹജ്ജാജിനോട് കരഞ്ഞു പറഞ്ഞു, അവരെ കൊല്ലരുത്, വെറുതെ വിടണം. ഈ പെണ്ണിങ്ങനെ ഒരുപാട് കരഞ്ഞു പറഞ്ഞപ്പോൾ ഹജ്ജാജിന് ദയ തോന്നിയിട്ട് പറഞ്ഞു, നീ ഇത്രയും പറഞ്ഞതല്ലേ, ഒരാളെ വെറുതെ വിടാം, 3 പേരിൽ ഒരാളെ വെറുതെ വിടാം, ഇതിൻ്റെ അപേക്ഷ സ്വീകരിച്ചുള്ളൂ, ആരെയെന്ന് നിനക്ക് തീരുമാനിക്കാം. അപ്പം പെണ്ണ് അല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, അസൗജു മൗജൂദൻ, ഭർത്താവിന് ഇനിയും എനിക്ക് കിട്ടും, അല്ലിബിനു മൗലൂദൻ, ഭർത്താവിൻ്റെ ഈ മക്കൾ ഇനി എനിക്കുണ്ടാകും. പക്ഷെ വൽ അഹു മഫ്കൂദൻ, എൻ്റെ ഉമ്മയും ബാപ്പി മരിച്ചു പോയതുകൊണ്ട് സഹോദരൻ ഇനി എനിക്കുണ്ടാവില്ല. ആ വാക്കി എന്തിക്കണം, മകൻ ഇനിയുണ്ടാകും, കല്യാണം കഴിച്ച മക്കളുണ്ടാകും, ഭർത്താവിന് ഇനിയും എനിക്ക് കിട്ടും, പക്ഷെ ഇനി എനിക്കൊരു സഹോദരനെ കിട്ടൂല. ഹജ്ജാജിനോട് പറഞ്ഞിട്ട് സഹോദരനെ വെറുതെ വിട്ടാൽ മതി, 2 വാക്കി 2 പേരും പോകണം. ഹജ്ജാജ് പറഞ്ഞു ആ പെണ്ണിനോട്, നിന്റെ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 3 പേരും വെറുതെ വിടാണ്. നീ മകനെ തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ വിടൂലായിരുന്നു, ഭർത്താവിനെ ഞാൻ തെരഞ്ഞെടുത്തെങ്കിലും ഞാൻ വെറുതെ വിടില്ലായിരുന്നു, നീ നിന്റെ സഹോദരനെ തെരഞ്ഞെടുത്തതുകൊണ്ട് ഞാൻ 3 പേരും വെറുതെ വിടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും വെറുതെ വിടുന്നു. ഇതാണ് ഈ സാഹോദര്യം എന്തെന്ന് പറയുന്നത്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ജ്യേഷ്ഠാനിയന്മാർ പിണങ്ങരുത്. പലപ്പോഴും അവർ ഒന്നായിരിക്കും, അവരെ തമ്മിൽ പിണക്കുന്നത് വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണുങ്ങളായിരിക്കും. അതിന് നമ്മൾ നിന്നു കൊടുക്കരുത്. മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുജന്മാരെ പലപ്പോഴും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ആളാണ്. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയാൽ ഈ അനുജന്മാർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അവരെ കച്ചവടത്തെ രംഗത്തൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന മൂത്ത ജ്യേഷ്ഠനാണ്. അതുകൊണ്ട് വാപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മൂത്ത ജ്യേഷ്ഠനെ കാണാൻ അനുജന്മാർക്ക് കഴിയണം. പ്രവാചകന്റെ പേരക്കുട്ടികൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളല്ലേ ഹസനും ഹുസൈനും, അവർ തമ്മിൽ ഒരിക്കൽ പിണങ്ങി, എന്തോ കാര്യത്തിന് സൗന്ദര്യപ്പിളക്കം ഉണ്ടായി. 3 ദിവസം കഴിഞ്ഞാൽ പരസ്പരം പിണങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. 3-ാം ദിവസമായപ്പോൾ അനുജൻ ഹുസൈൻ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, നബിയെ വല്ലിപ്പ, ഇക്കാക്ക എന്നോട് പിണങ്ങിയിട്ട് 3 ദിവസമായി, എന്നോട് മിണ്ടുന്നില്ല. നബി ഹസനെ വിളിപ്പിച്ചു, എന്താ അനുജനോട് മിണ്ടാത്തത്, പിണങ്ങി കഴിയുന്നത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഹസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വല്ലിപ്പ ഞാനൊരു സ്വപ്നം കണ്ടു, സ്വർഗത്തിലൊരു മാളിക കണ്ടു, ആ മാളികയിലേക്ക് ആദ്യം ആരാണ് കടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് മലക്കുകൾ പറഞ്ഞത്, പരസ്പരം പിണങ്ങി കഴിഞ്ഞിട്ട് ആരാണോ ആദ്യം സലാം പറയുന്നത് അയാൾക്കാണ് ആ മാളിക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അവൻ എന്നോട് സലാം പറഞ്ഞു, അവൻ ആദ്യം സ്വർഗത്തിൽ കിടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ അനുജൻ ആദ്യം സ്വർഗം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ സലാം പറയാത്തത്, അവൻ സലാം പറയട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാണ്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ സഹോദരങ്ങൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കാനും ഒരു നന്മ ആഗ്രഹിക്കുന്നവരായിട്ട് മാറണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.